അമ്പാടിയോട് റിച്ചിനോട് ഞാൻ പറഞ്ഞു പച്ചക്കറി വണ്ടി വരുമ്പോൾ ഒന്ന് പറയണേന്ന്. അതിനുശേഷം എന്നെ വീട്ടിലിരിക്കാൻ അയച്ചിട്ടേ ഇല്ല ഗൈസ്. റോഡിൽ കൂടെ ഏത് വണ്ടി പോകുമ്പോഴും മമ്മി ഇതേ പച്ചക്കറി വണ്ടി വന്നു പച്ചക്കറി വണ്ടി വന്നു പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് വരലാണ് പണി. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ദേ വണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെയൊക്കെ വരാറുണ്ടോ? നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ. ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വരും കേട്ടോ. അങ്ങനെ ഇവിടെ പച്ചക്കറി വണ്ടി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണ്. സാധനങ്ങളൊന്നും വേണ്ടെങ്കിൽ തന്നെയും പിള്ളേരെ രണ്ടാളും വന്ന് എന്തെങ്കിലുമൊക്കെ മേടിപ്പിക്കും. പിന്നെ അതെ ഈ വണ്ടിയുടെ മുകളിൽ ഇവനെ കയറി നിന്നില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ എന്നും വരുന്ന ചേട്ടനായതുകൊണ്ടൊന്നും പറയാറില്ല. ഇവനാണ് കേട്ടോ വീട്ടിൽ വാങ്ങുന്ന സാധനങ്ങളെല്ലാം ലിസ്റ്റ് ഇടുന്നത്. എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നുള്ളതൊക്കെ ഇതേ അവിടെ നിന്ന് നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ. അങ്ങനെ പറയുന്ന സമയത്താണ് അതേ ക്യാരറ്റിൽ അവൻ്റെ കണ്ണ് പെട്ടത്. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മളും അങ്ങനെയാണ്. പച്ച ക്യാരറ്റ് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കടിച്ചു നോക്കാതെ പോവില്ലല്ലോ. എപ്പോൾ പച്ചക്കറി വണ്ടി വന്നു കഴിഞ്ഞാലും ഒരു ക്യാരറ്റോ അല്ലെങ്കിൽ ഒരു തക്കാളിയോ അവൻ എടുത്തിരിക്കും കേട്ടോ. അത് അവന് മസ്റ്റാണ്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ ഒരു സന്തോഷം. റിച്ചിന് പിന്നെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അവനിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു സൈഡിൽ മാറി നിൽക്കും. എന്നോട് കൊണ്ട് പറയും മമ്മി ഇത് വേണ്ട അത് വേണ്ട അങ്ങനെയൊക്കെ. അവൻ പിന്നെ ഒന്നും കഴിക്കില്ലല്ലോ ഫുഡൊന്നും. റിച്ചിന് ഇതിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് നാരങ്ങ. അത് മാത്രമേ അവന് വേണ്ടുള്ളൂ. അങ്ങനെ സാധനങ്ങൾ ഓരോന്നായിട്ട് ഞാൻ വാങ്ങിച്ചു കേട്ടോ. എന്താ വേണ്ടത് കേട്ടില്ലേ അവൻ്റെ ലിസ്റ്റ് ഇടൽ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.